ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. 119 സങ്കീർത്തനത്തിന്റെ 34 വചനത്തിൽ സങ്കീർത്തകൻ ഇങ്ങനെ ഹൃദയത്തുറവിയോടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞാൻ അങ്ങയുടെ പ്രമാണം പാലിക്കുവാനും അങ്ങയുടെ കൽപ്പനകൾ അനുസരിക്കുവാനും എനിക്ക് അറിവ് നൽകണമേ. എത്ര ആഗ്രഹത്തോടു കൂടിയാണ് സങ്കീർത്തകൻ പ്രാർത്ഥിക്കുക. നമ്മുടെ ജീവിതത്തിലും ഹൃദയത്തിൽ നിന്ന് ഉയരേണ്ട ഒരു പ്രാർത്ഥനയാണിത്. ദൈവമേ, അങ്ങയുടെ പ്രമാണം പാലിക്കാൻ, അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുവാൻ എനിക്കൊരു പുതിയ അഭിഷേകം, ഒരു പുതിയ ഹൃദയം നൽകണമേ. പരിശുദ്ധ അമ്മ കൃപ നിറഞ്ഞവളെന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ അമ്മയുടെ ഹൃദയം ഇങ്ങനെ ദൈവവചനം പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ മാത്രം ഒരുക്കമുള്ളതായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തിൻ്റെ ആത്മാവിന് ശക്തിയാൽ പൂരിതരാകാനുള്ള ആഗ്രഹത്തോടുകൂടെ നമ്മൾ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. വേറൊന്നിനുമല്ല, ദൈവവചനം പാലിച്ച് ഒരു ജീവിതം നയിക്കണം. അതുവഴി ഈ നാളുകളിൽ നമ്മുടെ കുടുംബത്തിലും നമ്മളായിരിക്കുന്ന സാഹചര്യങ്ങളിലും ഈ ലോകം മുഴുവനിലും ഒരു അനുഗ്രഹത്തിന്റെ വ്യക്തിയായിട്ട് മാറണം. എൻ്റെ ജീവിതത്തിൽ ഒരു കൃപയുടെ അഭിഷേകം ഉണ്ടെങ്കിൽ ആ അഭിഷേകം അനേകർ സ്വീകരിച്ച് അവരുടെ ജീവിതങ്ങൾ ഒരു പുതിയ ചൈതന്യത്തിലേക്ക് ഉണരും. ഈ നാളുകളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒത്തിരി മനുഷ്യർ നിരാശയിലും സങ്കടങ്ങളിലും ഒക്കെ കടന്നു പോകുന്ന നാളുകളാണിതല്ലേ. ഒത്തിരി സ്വകാര്യ ദുഃഖങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. അതൊക്കെ മാറണമെങ്കിൽ ദൈവവചനത്തിൽ ഒരു പ്രത്യേക അറിവ് നമുക്ക് വേണം. ഈ നിമിഷങ്ങളിൽ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാവർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാം. തീക്ഷ്ണതയോടെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മളിൽ നിറയാൻ പ്രാർത്ഥിക്കാം. മനസ്സിനെ ഏകാഗ്രമാക്കട്ടെ. എല്ലാവരും ഒന്ന് കണ്ണുകൾ അടയ്ക്കുന്നു, സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. ഓ യേശുവേ, ഒത്തിരി ആഗ്രഹത്തോടു കൂടെയാണ് ഞാൻ ഈ സന്നിധാനത്തിലായിരിക്കുക. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം ഞാനിപ്പോൾ അനുഭവിച്ചറിയുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ അവിടുത്തെ സജീവമായ സാന്നിധ്യം ഞാൻ വ്യക്തമായിട്ട് അറിയുന്നുണ്ട്. ഓ യേശുവേ, വിവിധ ഇടങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒത്തിരി ദൈവമക്കളോട് ചേർന്ന്, സഭയോട് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു പുതിയ നിറവിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനത്തെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിവ് വേണം. ദൈവിക കാര്യങ്ങളെക്കുറിച്ച് ജ്ഞാനത്തിൻ്റെ വെളിച്ചം എൻ്റെ ഉള്ളിൽ പ്രവേശിക്കണം. എൻ്റെ ബുദ്ധിയുടെ ചിന്തകളും എൻ്റെ യുക്തിചിന്തകളും മറികടക്കുന്ന ദൈവവിശ്വാസത്തിൻ്റെ അഭിഷേകം കർത്താവെ, പരിശുദ്ധാത്മാവിലൂടെ ഇപ്പോൾ ദാനമായി എൻ്റെ ജീവിതത്തിലേക്ക് തരണമേ. എല്ലാ ദൈവമക്കളും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് വെളിച്ചമായിട്ട് ഇപ്പോൾ കടന്നു വരും. നമ്മുടെ ബുദ്ധിയെ, ചിന്തകളെ മറികടക്കുന്ന ഒരു അഭിഷേകം പരിശുദ്ധാത്മാവ് ഇപ്പോൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് തരും. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് എല്ലാവരും ഉയർത്തിപ്പിടിച്ച് ദൈവാത്മാവിൽ നിറയാൻ, ദൈവിക പ്രകാശം നിറയാൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ കുടുംബത്തിലെ പ്രിയപ്പെട്ടവർ ഏതെങ്കിലും നിരീശ്വര ചിന്തയിലോ യുക്തിചിന്തയിലോ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാം ജീവിതങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം നിറയാനുള്ള ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. കരങ്ങൾ ഉയർത്തി അധരം തുറന്ന് സ്നേഹത്തോടെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഓ ദൈവിക ശക്തിയായവനെ, ഞങ്ങളിലേക്ക് അവിടുന്ന് വ്യാപരിക്കാനുള്ള ആഗ്രഹത്തോടുകൂടി നിമിഷം പ്രാർത്ഥിക്കുന്നു. യോർദാൻ നദിയിൽ ഈശോയുടെ മേൽ ആവസിച്ച പരിശുദ്ധാത്മാവേ, അപ്പസ്തോലന്മാരുടെ ആവസിച്ച പരിശുദ്ധാത്മ ശക്തിയെ ഞങ്ങളുടെ ഓരോ ജീവിതങ്ങളും ഇപ്പോൾ ആത്മാവിന് ശക്തിയാൽ പ്രകാശിതമാകാനുള്ള ദാഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ, പുതിയ അഭിഷേകമായി, പുതിയ ശക്തിയായി ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ താഴ്ത്തി, കൈകൾ കൊട്ടി ചേർന്ന് പാടാം. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ, സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. ഒത്തിരി ദാഹിച്ച് പാടിക്കേ. പരിശുദ്ധാത്മാവേ, പറന്നിറങ്ങണമേ, സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തിക്കൊട്ടി ആരാധിക്കാം. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ചേർന്ന് പാടാം. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. കൈകൾ താഴ്ത്തി വശങ്ങളിലേക്ക് എന്ന കൈകൾ കൊട്ടി എല്ലാവരും ആരാധിക്കട്ടെ. ജോർദാൻ നദിയിൽ ഈശോയുടെ മേൽ ആവസിച്ച പരിശുദ്ധാത്മ ശക്തി ഒരു പുതിയ ദൗത്യം ഏറ്റെടുക്കാൻ യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ പര്യാപ്തമായിട്ട് തീർന്നു. ഈ നാളുകളിൽ ഒരു പുതിയ അഭിഷേകമുണ്ടെങ്കിൽ കാലഘട്ടത്തിൽ അനുഗ്രഹമായി ജീവിക്കാൻ പറ്റുകയുള്ളൂ. അവബോധത്തോടുകൂടെ എല്ലാ ദൈവമക്കളും ആരാധിക്കട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വിശുദ്ധാത്മാക്കളോട് ചേർന്ന്, രക്തസാക്ഷികളോട് ചേർന്ന് സ്നേഹത്തോടെ ആരാധിക്കട്ടെ. ആത്മശക്തി ശക്തമായിട്ട് നിറയട്ടെ.
യോധനദിക്കരയിൽ പ്രാവിൻ രൂപത്തിൽ വന്ന് അഭിഷേകമായി തീർന്ന പാവനാത്മാവേ, ലോകസുഖമേകും അശുദ്ധിയിൽ നിന്നും കാത്തുരക്ഷിച്ച അനുഗ്രഹമേകിടണേ. യോധനദിക്കരയിൽ പ്രാവിൻ രൂപത്തിൽ വന്ന് അഭിഷേകമായി തീർന്ന പാവനാത്മാവേ, ലോകസുഖമേകും അശുദ്ധിയിൽ നിന്നും കാത്തുരക്ഷിച്ച അനുഗ്രഹമേകിടണേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവിൽ നിറയേണ്ട ദാഹത്തോടെ പ്രാർത്ഥിക്കട്ടെ, ആരാധിക്കട്ടെ, ദൈവശക്തി നിറയട്ടെ. ഓരോ മനസ്സുകളും പരിശുദ്ധാത്മാവിൽ ഇപ്പോൾ പൂരിതമാകട്ടെ. എല്ലാ അന്ധകാരാവൃതമായ അവസ്ഥകളിലേക്ക്, നിരാശകളിലേക്ക് പരിശുദ്ധാത്മാഭിഷേകം നിറയട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, പ്രവാചകന്മാരെ നിറച്ച ദൈവിക ശക്തിയെ, പൂർവ്വപിതാക്കൾക്ക് ജ്ഞാനം കൊടുത്ത ദൈവിക സാന്നിധ്യമേ, ഇപ്പോൾ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് കരുണയോടെ നിറഞ്ഞ ദൈവിക വചനത്തെ ഉൾക്കൊള്ളാൻ ആവശ്യമായ പ്രകാശത്താൽ ഞങ്ങളെ പൂരിതരാക്കണമേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഹൃദയഭാഗത്തോട് സ്നേഹത്തോടെ ചേർത്ത് വെച്ച് പാടാം. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. നിറയണമേ നിറയണമേ കവിയണമേ കവിഞ്ഞൊഴുകണമേ. ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവി ഒഴുകുവാൻ അവിടെ നടവരുത്തണമേ. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വിശുദ്ധരുടെ ഗണങ്ങളോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ നാളുകളിൽ അനുഗ്രഹത്തിന്റെ വ്യക്തികളാകാൻ, ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങൾ നയിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഈ അടുത്ത നാളുകളിൽ എനിക്കൊരു ഫോൺ വന്നപ്പോൾ, എനിക്ക് പരിചയമുള്ള ഒരു മോളുടെ ഫോണാണ്. ഞാൻ സ്നേഹത്തോടെ ആ ഫോൺ എടുത്തു. ആ സമയത്ത് അങ്ങേ വശത്ത് ഒരു ഏങ്ങലടിയാണ്. ഇങ്ങനെ ഏങ്ങലടിച്ച് കരയാണ്. ഞാൻ വല്ലാതെ പേടിച്ച്. കാരണം ആ ദിവസം തന്നെ ഇവിടെയുള്ള ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ എന്നോടൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അച്ഛൻ രാത്രിക്ക് ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് അച്ഛൻ ഉള്ളിൽ വല്ലാത്തൊരു പ്രേരണ ഒരാളെ ഫോൺ വിളിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ആ പ്രേരണയിൽ അച്ഛൻ ഫോൺ വിളിച്ചു. അപ്പോൾ ആ ഫോൺ എടുത്തു, സംസാരിച്ചു. അച്ഛൻ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ വെറുതെ പറഞ്ഞങ്ങ് വെച്ചു. അതിനുശേഷം തിരിച്ചിങ്ങോട്ട് വിളിച്ച് ചോദിക്കുകയാണ്, അല്ല അച്ഛനത്തിന് ഇപ്പൊ എന്നെ വിളിച്ചത്? അച്ഛൻ പറഞ്ഞു, ഞാൻ ശരിക്കും പറഞ്ഞു ചൂളിപ്പോയി. എന്നാ പറയണ്ടേ, ഈ രാത്രിക്ക് ഫോൺ വിളിച്ചിട്ട് എന്നാ പറയണ്ടേ? അപ്പോ അവിടുന്ന് ആ വ്യക്തി പറയാണ്, അച്ഛാ ഞാൻ മരിക്കാൻ തീരുമാനിച്ച് ഈ സമയത്ത് എൻ്റെ ഞരമ്പിനുള്ളിൽ ഒരു സൂചി കുത്തിക്കയറ്റി കിടക്കുകയാണ്. എൻ്റെ കൈകളിൽ നിന്ന് ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈശോയോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, ഈശോ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ പരിചിതനായ, എന്നെക്കുറിച്ച് നന്നായി അറിയാവുന്ന ഒരു വ്യക്തി ഈ സമയത്ത് തന്നെ ഫോൺ വിളിക്കണം. നോക്കണേ, ദൈവത്തിൻ്റെ പ്രവൃത്തി. ആ സമയത്ത് അച്ഛന് പരിശുദ്ധാത്മാവ് പ്രേരണ നൽകുകയാണ് ആ മകളെ ഫോൺ വിളിക്കാനായിട്ട്. സ്നേഹത്തോടെ പറഞ്ഞ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞ ഹല്ലേലൂയ. ഈ ഒരു പേടി എൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ വല്ലാതെ അന്താളിച്ച് ഞാൻ ചോദിച്ചു, എന്നാ പറ്റിയേ? പേങ്ങലടിയുടെ ഇടയ്ക്ക് വിങ്ങി വിങ്ങി ആ മകളിനോട് പറഞ്ഞു, അച്ഛാ എൻ്റെ ജീവിതം ഇതെങ്ങോട്ടാ പോകുന്നത്? ഇതെവിടെ ചെന്ന് അവസാനിക്കുന്നത്? എത്ര നാളായി ഞാൻ മാത്രം ഇങ്ങനെ ഒന്നുമല്ലാത്ത ഒരു സ്ഥിതിയിലായിരിക്കുന്നു. ഇത്രയും പഠിച്ചു, ഇത്രയും കാര്യങ്ങൾ ചെയ്തു, ഒരു വിദേശ ജോലിക്ക് വേണ്ടിയിട്ട് നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് ഒരു വകയുണ്ടായിട്ടുണ്ടോ? ഞാൻ ഓർക്കുക, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന നാളുകളിൽ ഏറ്റവും
ഏറ്റവും അലമ്പായിട്ട് ജീവിച്ചവള് ഇന്ന് വിദേശത്ത് ജോലി ചെയ്യുക. അവള് ആദ്യം വിദേശത്തേക്ക് പോയത്. ഞങ്ങളൊക്കെ അന്ന് പ്രാർത്ഥിച്ചും നോമ്പെടുത്തും പരിത്യാഗം ചെയ്തുമൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചു. ഈ നാളുകളിലും ധ്യാനം കൂടിയും പല ആത്മീയ കാര്യങ്ങൾ ചെയ്തുമൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നാ കാര്യം? ദൈവം ഇങ്ങനെയല്ലേ? ഉള്ളവന് പിന്നെ ഉണ്ട്. ഒന്നുമില്ലാത്ത ഞങ്ങളെപ്പോലെയുള്ളവർക്ക് എന്നും ഈ കിടന്ന കിടപ്പ് കിടക്കാനുള്ള വിധിയേ ഉള്ളൂ. ഇത് പറഞ്ഞ് ഈ മകളിങ്ങനെ ഏങ്ങലടിച്ച് കരയാ. അവൾ പറഞ്ഞു, ശരിയാ, ഉള്ളവന് കർത്താവ് പിന്നെ കൊടുക്കും. ഞാൻ കാണുന്നതല്ലേ, ഇല്ലാത്തവനിലൊന്നുമില്ല. ഞാൻ പറഞ്ഞു, എടി അത് തന്നെയല്ലേ കർത്താവ് പറഞ്ഞിട്ടുള്ളത്, ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളത് പോലും എടുക്കപ്പെടും. അപ്പോൾ അവനോട് ചോദിക്കുകയാണ്, അതെന്താണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? അതൊരു ന്യായമായ കാര്യമാണ്? അതാണോ നീതി? ശരിയല്ലേ? ഇതൊരു നീതിയാണോ? ഇത് ദൈവത്തിന്റെ നീതിയാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അംഗീകരിക്കാൻ പറ്റുക? സത്യം പറഞ്ഞാല് നമ്മുടെയൊക്കെ മുമ്പിൽ ഇതൊരു ചോദ്യചിഹ്നമാണില്ലേ? നമ്മൾ നോക്കുമ്പോ സമ്പന്നതയുള്ളവരിങ്ങനെ അടിച്ചടിച്ച് കയറുന്ന സമ്പന്നത അവർക്കുള്ളത്. ബാക്കിയുള്ളവൻ എന്നും ഈ പട്ടിണിയിൽ. ഈ കർഷകരും പാവപ്പെട്ട തൊഴിലാളികളും ഒക്കെ എന്നും ഇങ്ങനെ പട്ടിണിയിലും ദാരിദ്ര്യത്തിലും പോകുന്നൊരു സ്ഥിതിവിശേഷമാണ് ഇന്നുള്ളത്. അപ്പൊ പ്രിയപ്പെട്ടവർ, നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു ദൈവിക നീതി ഇങ്ങനെയുള്ളത് എന്ന് ചിന്തിക്കുന്നത് ന്യായവും യുക്തവുമാണെന്ന് എനിക്ക് തോന്നുക. സ്നേഹത്തോടെ ഒന്ന് പറയാമോ ഹല്ലേലൂയാ? ഈ ദൈവവചനം നമ്മുടെ ഉള്ളിൽ ശക്തമായിട്ട് വേര് പാകപ്പെടാൻ വേണ്ടിയിട്ട് ആഗ്രഹത്തോടെ ഒന്നുകൂടെ പറയാമോ ഹല്ലേലൂയാ? ഞാൻ ചിന്തിക്കുകയാണ്, എന്താണ് ഇതിന് പിന്നിലുള്ളതായ ഒരു കാരണം? അപ്പൊ ഈ മകള് പറഞ്ഞ കാര്യങ്ങളെ ഒന്നെടുക്കുമ്പോ തന്നെ അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം കിടക്കുന്നുണ്ട്. എന്താണത്? അതായത് വഷളായിട്ട് നടന്ന അവക്ക് കൊടുത്തു, എനിക്ക് കിട്ടിയില്ല. ഇത് നമ്മളെ അലട്ടുന്നൊരു പ്രശ്നമല്ലേ ശരിക്കും പറഞ്ഞാല്? ഇതൊരു അസൂയൊന്നും ആകണമെന്നില്ലേ? ഒരസൂയ കൊണ്ട് അവക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ലെന്ന് പറയുന്നതല്ല, മറിച്ച് ഇതൊരു സങ്കടത. ഏത് മനുഷ്യനും ഇങ്ങനെ ഉണ്ടാകാം. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ഒക്കെ ഉള്ളില് ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന വല്ലാത്തൊരു നൊമ്പരമുണ്ട്. എത്ര കാലമാ ഇതിങ്ങനെ തള്ളി മുമ്പോട്ട് കൊണ്ടുപോകേണ്ട ഒരു സ്ഥിതിയുള്ളത്? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒക്കെ ഉള്ളു വേദനിക്കുന്ന ഒരു നിസ്സഹായ അവസ്ഥ ഇത്. ഇതിനെക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു പോവുകയാണ്. ചിലരിങ്ങനെ പറയും, ഇത് നിന്റെ വിധിയാ, ആ വിധിക്ക് ഒരു മാറ്റം ഉണ്ടാകത്തില്ല, അതുകൊണ്ട് എന്ത് വേണം? അതുകൊണ്ട് നീ അനുഭവിച്ചോ. ഇത് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? മത്തായി സുവിശേഷത്തിന്റെ 13-ാം അധ്യായത്തിന്റെ 12-ാം വചനത്തില് ഈശോ ഇങ്ങനെ പറയുന്നുണ്ട്, ഉള്ളവന് നൽകപ്പെടും, അവന് സമൃദ്ധി ഉണ്ടാവുകയും ചെയ്യും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. കർത്താവ് ഈ കാര്യങ്ങൾ പറയുന്നത് വിധക്കാരന്റെ ഉപമയുടെ വിശദീകരണം നൽകിയതിനു ശേഷം അവിടെ ഈശോ പറയാണ്, നിങ്ങൾക്കാണ് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. ആർക്ക്? ശിഷ്യന്മാർക്ക്. എന്നിട്ടാണ് ഈശോ ഇതിനെക്കുറിച്ച് പറയുക, ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്നുള്ളത് എടുക്കപ്പെടും. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം? ദൈവിക ജ്ഞാനം, ദൈവിക കൃപ ദൈവത്തിന്റെ സൗജന്യദാനമാണ്. അതിങ്ങനെ ദൈവം കരുണയോടെ തന്നിരിക്കുകയാണ്. അത് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിലേക്ക് ദൈവം നിക്ഷേപിക്കുന്ന പ്രത്യേക കരുണയാണ്. സ്നേഹത്തോടെ പറഞ്ഞ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അതായത് ഇവിടെ ഇതറിയാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ട അപ്പസ്തലന്മാർക്കാണ്. അവർ വരുന്ന ആളുകളിൽ ദൈവവചനത്തിന്റെ രഹസ്യങ്ങൾ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ടുള്ള തെരഞ്ഞെടുക്കപ്പെട്ടുള്ള വ്യക്തികളാണ്. അവിടെ നിയമജ്ഞരും ഫരിസേയരും ഒക്കെ ഉള്ളപ്പോൾ അനുഷ്ഠാനങ്ങൾ കൊണ്ടും അവരുടെ ജീവിതത്തിന് യുക്തിചിന്തകൾ കൊണ്ടുമൊക്കെ നിയമത്തെ കീറിമുറിക്കുന്ന അവരുടെ ചിന്താഗതികളെ മറികടന്നുകൊണ്ട് ഈ പാവപ്പെട്ട വ്യക്തികൾക്ക് ദൈവം ഇങ്ങനെ അവിടുത്തെ ദൈവവചനത്തിന്റെയും ദൈവിക രഹസ്യത്തിന്റെയും നിഗൂഢതകൾ വെളിപ്പെടുത്തി കൊടുക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ തിരിച്ചറിയേണ്ട ഒന്ന്, ചില രഹസ്യങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ വെളിപ്പെടുത്തപ്പെടണമെന്ന് നിർബന്ധമില്ല. നമ്മളതിനോട് വാശി പിടിച്ചിട്ടും കാര്യമില്ല. മറിച്ച് ചെയ്യേണ്ടതായ കാര്യം പരിശുദ്ധ അമ്മയെ പോലെ ഇങ്ങനെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ധ്യാനിക്കുക എന്നുള്ളതാണ്. പറയാമോ ഹല്ലേലൂയാ? ശക്തമായിട്ട് പറ ഹല്ലേലൂയാ. ഒന്നാമത്തെ കാര്യം നമ്മൾ തിരിച്ചറിയുകയാണ്, എന്ത്? ദൈവം സർവജ്ഞാനിയും സർവവ്യാപിയും സകല കാലങ്ങൾക്കും അതീതനുമാണ്. ദൈവത്തിന്റെ ജ്ഞാനത്തോട് താതാത്മ്യപ്പെടുത്താൻ നമുക്ക് പറ്റുമോ? ഇല്ല. വലിയൊരു കൊട്ടാരത്തില് ഒരു കുഞ്ഞു ഉറുമ്പിന്റെ കണക്ക് പോലും ഇല്ല പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ജ്ഞാനത്തിന് മുമ്പിൽ നമ്മള്. അതുകൊണ്ടാണ് യെശയ്യാ 55:8-9 വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുക, കർത്താവ് അരുളി ചെയ്യുന്നു,
എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നത് പോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സർവവ്യാപിയായ ദൈവത്തിന് മാത്രമേ എന്തറിയത്തുള്ളൂ? എൻ്റെ ഭൂത വർത്തമാന ഭാവി കാലങ്ങളെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവുള്ളൂ. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ നമ്മുടെ കൂടെ ജനനം മുതൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ ഭൂത ഭാവി കാലങ്ങൾ ഒരു കുറച്ച് സാരാംശം നമുക്കറിവുണ്ട്. ആ വ്യക്തി എങ്ങനെയായിത്തീരും, ആരായിത്തീരും എന്നുള്ള ഒരു അറിവ് നമുക്കുണ്ടോ? നമുക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, സർവജ്ഞാനിയായ ദൈവത്തിൻ്റെ അറിവിന് മുമ്പിൽ നമ്മൾ കീഴടങ്ങണം. ആ കാനാൻകാരി സ്ത്രീയെ നോക്കിക്കേ, അവൾ ഇങ്ങനെ നിരന്തരമായിട്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക, എൻ്റെ മകളെ സുഖപ്പെടുത്തണം, എൻ്റെ മകളെ സുഖപ്പെടുത്തണം. ശിഷ്യന്മാർ പോലും വന്നും പറയുന്നുണ്ട്, അവളെ പറഞ്ഞയക്കുക. ഈശോ എന്താ പറയുക? മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല. കേട്ടുകഴിഞ്ഞാൽ ആരും ഒന്ന് അറയ്ക്കുന്ന വചനമില്ലേ? പക്ഷെ അവൾ തിരിച്ചു പോയോ? ഇല്ല. ദൈവത്തിൻ്റെ സർവജ്ഞാനത്തിന് മുമ്പിൽ ശാന്തമായി നിന്ന് അനുഗ്രഹം മേടിച്ചേ പോകൂ എന്ന നിശ്ചയദാർഢ്യമുള്ളവള് അത് മേടിച്ചാ പോകുക. സ്നേഹത്തോട് പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ തിരിച്ചറിയേണ്ടതും അംഗീകരിക്കേണ്ടതുമായ ഒന്നാമത്തെ സത്യം, ദൈവിക പദ്ധതികൾക്ക് മുമ്പിൽ നമ്മൾ കീഴടങ്ങി നിൽക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കണം. യോഹന്നാൻ സുവിശേഷത്തിന്റെ 11-ാം അധ്യായത്തിലാണ് ലാസറിന്റെ മരണം നമ്മൾ കാണുക. ഒരു സാമാന്യ മനുഷ്യനുണ്ടാകാവുന്ന സങ്കടം അർത്ഥം ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കാനായിരുന്നു. എന്ന് വെച്ചാൽ കുറച്ചു ദിവസം കിടങ്ങ് മുമ്പ് വന്നിരുന്നെങ്കിൽ. ഒന്നും വേണ്ട, ഒരു യഹൂദ ചിന്താഗതി അനുസരിച്ച് ഒരു 3 ദിവസങ്ങളോളം ആത്മാവിങ്ങനെ ഉണ്ടാകും ശരീരത്തിൽ എന്ന വിശ്വാസം. അതിൻ്റെ ഇടയിലെങ്കിലും വന്നിരുന്നെങ്കിൽ അതുപോലെ നഷ്ടപ്പെട്ടു പോയി. കർത്താവ് ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യം മുമ്പ് നമ്മൾ കണ്ടത്, ഇത് മരണത്തിൽ അവസാനിക്കാനായിട്ടുള്ള ഒന്നല്ല. ദൈവിക പദ്ധതി വെളിപ്പെട്ട് കിട്ടുന്നത്, അത് അത്ഭുതകരമായിട്ട് മാറുന്നത് ഈ 4-ാം ദിവസം കർത്താവ് എത്തുന്നിടത്താ. നീ പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ട്, അവന്റെ മരണത്തിന് മുമ്പോ ഈ 3 ദിനങ്ങളിൽ ഒന്നിലെങ്കിലുമോ കർത്താവ് വന്നെത്തില്ല. കർത്താവ് നിന്റെ ജീവിതത്തിന്റെ സമസ്ത പ്രതീക്ഷയും അടങ്ങുന്നിടത്ത് തുടങ്ങുന്നതാണ് ദൈവത്തിന്റെ പ്രവർത്തനം. അതുകൊണ്ടാണ് ദൈവിക രഹസ്യം എന്ന് പറഞ്ഞു വെക്കുക. സ്നേഹത്തോടെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ രണ്ടാമത്തെ കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുക. 38 വർഷം കിടന്നില്ലേ വെയിലും മഞ്ഞും കൊണ്ട് ആ ബെത്സൈദ കുളക്കരയിൽ ഒരുവൻ. ഈ 38 വർഷം കിടക്കേണ്ട കിടപ്പുണ്ടായിരുന്നു. കുറച്ചു കാലങ്ങൾക്കൂടെ മുമ്പ് ഒന്നും വേണ്ട, പരസ്യം ആരംഭിച്ച സമയത്തൊന്നും വന്നുകൂടായിരുന്നോ? വരുന്നില്ല കർത്താവ്. ജീവിതത്തിൽ ദൈവത്തിനൊരു സമയമുണ്ട്, കാത്തിരിക്കണം നമ്മൾ അതിനു വേണ്ടിയിട്ട്. നിന്റെ പരീക്ഷകളിൽ നിനക്കൊരു വിജയം നൽകാൻ, നിന്റെ ജീവിതത്തിൽ ഒരു ജോലി സമ്മാനിക്കാൻ, നിന്റെ ജീവിതത്തിൻ്റെ മേഖലകളെ ഒന്ന് ഉയർത്താൻ, മക്കളുടെ ജീവിതങ്ങൾ ഒന്ന് അനുഗ്രഹിക്കപ്പെടാൻ, ചില സൗഖ്യങ്ങൾ പ്രാപിക്കാൻ, ചിലപ്പോൾ ചില ദുരന്തങ്ങളിലൂടെ അപകട അനർത്ഥങ്ങളിലൂടെ കടത്തിവിട്ട് നിന്റെ ജീവിതങ്ങളെ മറ്റൊരു വഴിയിലേക്ക് നയിക്കാൻ ഒരു ദൈവിക പദ്ധതി ഇരിപ്പുണ്ട്. സമയത്തിന് വേണ്ടിയിട്ട് നീ കാത്തിരിക്കണം. അതുകൊണ്ടാണ് പ്രഭാഷകർ 11:28 വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുക, മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാനെന്ന് വിളിക്കരുത്, മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുക. അപ്പൊ ജീവിതത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന ഒരവസ്ഥയിൽ നമുക്കൊരു വ്യക്തിയെയും വിധിക്കാൻ പറ്റത്തില്ല. മറിച്ച് ദൈവത്തിന് കൂടുതൽ മനോഹരമായ ഒരു പദ്ധതികളുണ്ടാകും. അത് അതിൻ്റെ സമയത്ത് വെളിപ്പെടുത്തപ്പെടും. മൂന്നാമത് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒക്കെ ഒരു പ്രത്യേകതയാണ് ഇങ്ങനെ ഈ കളയും വിളയും വേർതിരിക്കുക എന്നുള്ളതല്ലേ. കർത്താവ് ഈ കളകളുടെ ഉപമ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒക്കെ പിന്നിൽ ഒരുപാട് അന്തരർത്ഥങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അവിടെ കൃഷിക്കാരൊന്ന് ചോദിക്കുന്നുണ്ട്, യജമാനെ, നീ വിത്ത് വിതച്ച് പോയിടത്തൊക്കെ ഒരുപാട് കളവെന്ന് നിറഞ്ഞിരിക്കുക, ശത്രു കൊണ്ട് വിതച്ചതായത്, അതുകൊണ്ട് കള പറിച്ചു കളയട്ടെ. പ്രിയപ്പെട്ട, നമുക്കൊക്കെ ഇങ്ങനെ ഒരു വ്യഗ്രതയുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഈ കള പറിച്ചു കളയാനായിട്ട്. പലതിനെ ഇങ്ങനെ പറിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുക. ഒരുപക്ഷെ ദമ്പതികൾ അവർക്ക് യോജിച്ചവർ കുഞ്ഞല്ല എന്ന് കണ്ടെത്തി അതിനെ ഇങ്ങനെ പറിച്ചെറിയുന്ന ഗർഭപാത്രങ്ങളില്ലേ?
ജീവിതത്തിൽ എനിക്ക് യോജിക്കുന്നില്ല എന്ന് ചില കാര്യങ്ങളെ കണ്ട് ഒരല്പം സഹിക്കാനും അംഗീകരിക്കാനും സാധിക്കാത്തത് മൂലം ജീവിതത്തിൽ വിവാഹമോചനത്തിന് വേണ്ടി പരക്കം പാഞ്ഞ് നടക്കുന്നവരില്ലേ? ഓർക്കണം, ഇതൊക്കെ ഞാൻ കണ്ടെത്തുന്ന കളകളാ. പ്രിയപ്പെട്ടവരെ, ഞാൻ വിള വിധിച്ച് കണ്ടെത്തിയാൽ അത് ശരിയായ വിധിയായിരിക്കത്തില്ല. അതുകൊണ്ട് യജമാനൻ പറയുന്ന ഒരു കാര്യം ഉണ്ടെന്താണ്? അത് രണ്ടും ഒരുമിച്ച് വളർന്നുകൊള്ളട്ടെ. ഇപ്പോൾ നിങ്ങൾ കളകൾ പിഴുതെടുക്കുമ്പോൾ വിളകളും നഷ്ടപ്പെട്ടേക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, കർത്താവ് നമ്മളെ വിധിക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. വിധി മുഴുവൻ കർത്താവിൻ്റെ കൈകളിലിരിക്കുന്ന. നമ്മൾ ആരെയും കുറിച്ച് വിധിച്ച് നമ്മൾ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. മറിച്ച് ശാന്തതയോടെ ജീവിതത്തെ സ്വീകരിക്കാനായിട്ട് പഠിക്കേണ്ടത്. അതുകൊണ്ട് കർത്താവ് കൊടുക്കുന്നവന് സമൃദ്ധി കൊടുത്തോട്ടെ. അത് അവസാന മണിക്കൂറിൽ വന്നവർക്ക് വരെ ഒരുപോലെ വേദന കൊടുക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യം, അതാണ് ദൈവനീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഈ ഒരു ദൈവനീതിയെക്കുറിച്ചാണ്. ഈ നിമിഷങ്ങളിൽ ഈ ദൈവവചനത്തിൻ്റെ അന്തരാർത്ഥത്തെ നമ്മുടെ ഉള്ളിലേക്ക് ഒന്ന് ഉൾക്കൊണ്ടുകൊണ്ട് ദൈവിക പദ്ധതിക്ക് കീഴടങ്ങുക. രണ്ടാമതൊന്ന്, ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടിയിട്ട് നീ കാത്തിരിക്കണമെന്നുള്ളതാണ്. മൂന്നാമതൊന്ന്, നീ ആരെയും വിധിക്കേണ്ടതില്ല. വിധിയാളനായവൻ ദൈവമാ. ദൈവത്തിൻ്റെ വിധിക്ക് മുമ്പിൽ എല്ലാവരും ഒരുപോലെ. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പരിശുദ്ധ അമ്മയെ പോലെ പറയാൻ സാധിച്ചാൽ വിശ്വാസത്തിൽ കൃപയുള്ള ജീവിതമായിട്ട് നമ്മുടേത് മാറും. ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഈ വലിയ ദൈവിക ശക്തിക്ക് വേണ്ടി ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആ തിരുമുഖത്തേക്ക് നോക്കി സ്നേഹത്തോടെ നമ്മുടെ ജീവിതങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. ഓ യേശുവേ, മുടിയിഴകളിലൂടെ രക്തം വാർന്നൊഴുകുന്ന, തിരുമുഖത്തൂടെ രക്തമൊഴുകിയിറങ്ങുന്ന, കരുണ മാത്രമുള്ള ആ തിരുമുഖത്തെ ഞാൻ കാണുന്നു. ഈശോ, അവിടുന്ന് എനിക്ക് വേണ്ടി അനുഭവിച്ചിട്ടുള്ള വേദനകൾ എന്നിലേക്ക് കാരുണ്യം പകരാൻ, എൻ്റെ ജീവിതത്തിൻ്റെ രോഗപാപശാപത്തിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ രക്തം ചിന്തിയ സ്നേഹത്തെ നന്ദിയോടെ ഓർക്കുക. കർത്താവേ, എൻ്റെ ജീവിത സങ്കടങ്ങളിൽ ഞാൻ പതറിപ്പോയിട്ടുണ്ട്. പലപ്പോഴും ജീവിത പ്രതിസന്ധികളിൽ ഉത്തരം കിട്ടാതെ ഞാൻ വിറങ്ങലിച്ചു പോയിട്ടുണ്ട്. എൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ചേർത്ത് വയ്ക്കുക കർത്താവേ. കുടുംബത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്, ഒത്തിരി സങ്കടം എൻ്റെ ഉള്ളിലുണ്ട്. എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഇതുവരെ ഒത്തിരി അനുഗ്രഹം പ്രാപിച്ചിട്ടും ഞാൻ ആഗ്രഹിച്ച പല സ്വപ്നങ്ങളും പൂർത്തീകരിക്കാതെ കിടക്കുന്നത് എന്നെ ഒത്തിരി ഭാരപ്പെടുത്തുന്നുണ്ട്. എൻ്റെ വിശ്വാസം പോലും നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട് കർത്താവേ. ദൈവമേ, ഈ നിമിഷങ്ങളിൽ എൻ്റെ സ്നേഹത്തിലേക്ക് സകലതും ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക. കണ്ണീരോടെയുള്ള എൻ്റെ പ്രാർത്ഥന തിരസ്കരിക്കപ്പെടുന്ന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഈശോയെ, 51 സങ്കീർത്തനം 16-17 വചനങ്ങൾ ഞാൻ വായിക്കുന്നുണ്ട്. തകർന്ന ഹൃദയത്തെ അവിടെ നിന്ന് നിരസിക്കുന്നില്ല. ഉരുകിയ മനസ്സാണ് കർത്താവിന് സ്വീകാര്യമായ ബലി. ഓ യേശുവേ, സങ്കടത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കണ്ണീര് കാണുന്ന ദൈവമേ, നിന്റെ തിരുമുമ്പാകെ എൻ്റെ വേദനകളുടെ, എൻ്റെ സങ്കടങ്ങളുടെ, എൻ്റെ നൊമ്പരങ്ങളുടെ ഭണ്ടക്കെട്ട് തുറന്നു വെച്ച് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കട്ടെ. എന്നെ ആശ്വസിപ്പിക്കണമേ. നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോ സങ്കടങ്ങൾ കേട്ടലിഞ്ഞ് എന്നരികിലേക്കു വന്ന എൻ്റെ യേശുവേ, നെഞ്ചുരുകി പ്രാർത്ഥിച്ചപ്പോ ദൈവമേ, ഹൃദയത്തിന്റെ വ്യഥ അറിയുന്ന ദൈവമേ, സങ്കടങ്ങൾ കേട്ടലിഞ്ഞ് ഈശോ എന്നരികിലേക്കു വന്ന
അസ്വസ്ഥതകൾ മുഴുവൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈശോ, എൻ്റെ വേദനകളെ, എൻ്റെ സങ്കടങ്ങളെ എന്നിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിവുള്ളത് അങ്ങ് മാത്രമാണെന്ന് എനിക്കറിയാം. അങ്ങിൽ അല്ലാതെ ഞാൻ ആരില്ല കർത്താവെ ആശ്രയിക്കുക. അങ്ങയുടെ സ്നേഹത്തിലല്ലാതെ ഞാൻ ആരില്ല കർത്താവെ ശരണപ്പെടുക. അങ്ങയുടെ ഹൃദയത്തിലല്ലാതെ ഞാൻ എവിടെയാ കർത്താവെ അഭയം പ്രാപിക്കുക? ഒറ്റപ്പെടലിന്റെ, തിരസ്കരണത്തിന്റെ ഒരുപാട് നമ്പളങ്ങ് ഏറ്റുവാങ്ങുന്ന, എൻ്റെ സ്വപ്നങ്ങൾ തകർന്നടിഞ്ഞ ജീവിത മരുഭൂമിയിൽ അലയുന്ന എൻ്റെ ജീവിത ദുഃഖങ്ങളിലേക്ക് ഈശോ നിന്റെ കാരുണ്യത്തിന്റെ ശക്തിയുടെ കറന്നിട്ടാൻ ആഗ്രഹത്തോടെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. വിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, തീഷ്ണത കുറഞ്ഞു പോയിട്ടുണ്ട്, ദൈവ ആത്മാർത്ഥത ഇല്ലാതെ പോയിട്ടുണ്ട്, പാപത്തിന്റെ ഇരുൾവഴികളിൽ നടന്നു പോയിട്ടുണ്ട്. യേശുവേ, സകലത സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്നെ അനുഗ്രഹിക്കണമേ, കൃപാവരങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ, വിശ്വാസം പകരണമേ, അഭിഷേകം നൽകണമേ. എല്ലാ ദൈവമക്കളും തീഷ്ണതയോടെ പ്രാർത്ഥിക്കട്ടെ. കരമുയർത്തി യേശു നാമത്തെ വിളിക്കുന്ന സമയത്ത് കർത്താവ് നിന്റെ ജീവിതത്തെ ആശീർവദിക്കും. വിശ്വസിച്ച് പ്രാർത്ഥിച്ച് കരമുയർത്തി അധരം തുറന്ന് സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ യേശുവേ, വേദനകളിലും സങ്കടങ്ങളിലും കടന്നു പോകുന്ന അനേക മക്കളുടെ ജീവിതങ്ങളിലേക്ക് അനുകമ്പയോടെ കരങ്ങൾ നീട്ടി സൗഖ്യം പകർന്ന്, രക്ഷ പകർന്ന് ജീവിക്കുന്നവനായ യേശുവേ, പാലസ്തീനയിൽ ചുറ്റി സഞ്ചരിച്ച് അനേക മക്കളുടെ ജീവിതങ്ങൾക്ക് ആശ്വാസം പകർന്ന് അനുകമ്പ തോന്നിയ കർത്താവേ, ഇപ്പോൾ നിന്റെ കാരുണ്യത്തിന്റെ കരം നീട്ടി ഈ ദൈവമക്കളുടെ സങ്കടങ്ങളുടെ കണ്ണീർ നീക്കി ആശീർവദിച്ച് രക്ഷയിലേക്ക് നയിക്കണമേ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ പ്രാർത്ഥിക്കട്ടെ. ദിവ്യകാരുണ്യമേ,